ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അമ്മ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ സ്പെഷ്യലായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം സാധനങ്ങൾ വേണം. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആദ്യമായിട്ട് വേണ്ടത് നല്ല പച്ച മാങ്ങ, പിന്നെ ചക്കക്കുരു, പിന്നെ മുരിങ്ങക്കായ്. ഇതിൻ്റെയൊക്കെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം വേണം കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും. നമ്മൾ നേരത്തെ കണ്ട രീതിയിലാണ് മുരിങ്ങക്കായയും മാങ്ങയും ചക്കക്കുരും ഒക്കെ റെഡിയാക്കി വെക്കാനുള്ളത്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഈ കാണുന്ന രീതിയിൽ, ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മുറിച്ച് റെഡിയാക്കേണ്ടത് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റിനുള്ള കാരണം എന്നാണ് അമ്മയുടെ വാദം. ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് വേണ്ടതും. പിന്നെ എക്സ്ട്രാ വേണ്ട സംഗതികളാണ് ഇതെല്ലാം. ഈ കറിയുടെ പ്രത്യേക ടേസ്റ്റുള്ള കാരണവും ഇതൊക്കെ തന്നെയാണെന്നാണ് അമ്മ പറയുന്നത്. കറി സെറ്റായി വന്നാൽ താളിച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ഞങ്ങളെന്തായാലും കട്ട വെയിറ്റിങ്ങിലായിരുന്നു. ഇതെന്താ സംഭവം, ഇതിൻ്റെ ടേസ്റ്റ് എന്താ എന്നൊന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കറിയൊക്കെ സെറ്റായിട്ട് വന്നപ്പോൾ നല്ല ചൂട് ചോറും ഒപ്പം മത്തങ്ങയും പയറുണ്ടായിരുന്നു കേട്ടോ. വേറെ പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറെടുത്തില്ല, പപ്പടം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഇന്നൊരു പിടി പിടിക്കും. അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറിക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റല്ലേ. ഓക്കെ, ബായ്.